കാരണം ഇതിന്റെ കൃത്യമായ ഗണിത കണക്കുകളും അതുപോലെ വായുവിന്റെ ചലനഭാവത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ നിരീക്ഷണവും ഒക്കെ ആദിമ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി കുറിച്ചിട്ടിരിക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ നിമിത്ത ലക്ഷണങ്ങളെ എല്ലാം പണ്ഡിതന്മാർ വളരെ കാര്യമായി ഗണിച്ച് ഉള്ളതുകൊണ്ടും അതിന് യാതൊരു വിധമായ അഭംഗം വന്നില്ല എന്നുള്ളതും ഒരു ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യമായി ഞാൻ കരുതുന്നു. സമാപന ദിവസമായതിനാൽ വളരെയധികം ആൾക്കാർ ഇത് ഷൂട്ട് ചെയ്യുവാനും അല്ലെങ്കിൽ വിവിധ ചാനലുകൾ ഷൂട്ട് ചെയ്യുവാനും അതുപോലെ ഓരോ വ്യക്തികളും അവരുടെ ക്യാമറകളിലൊക്കെ ഇതിൻ്റെ മനോഹര ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം യാഗവേദി ഇത്രയും ദിവസവും പുണ്യമായ യാഗവേദി നികരയാവുന്നു, പിന്നെ ഇത് ഓർമ്മകൾ മാത്രമായി മാറുന്നു. ഇതെല്ലാം ഒരു കാലഘട്ടത്തിലെ ഒരു പ്രത്യേക ദിവസം മാത്രം സംഭവിക്കുന്നു. പിന്നീട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ഇത് കാണുക എന്നുള്ളത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ യാഗത്തിൽ